ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹോമോതെറ്റിക് ഇൻ എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹോമോതെറ്റിക് അത് നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇൻ എക്കണോമിക്സ് ഹോമോതെറ്റിസിറ്റി റെഫേഴ്സ് ടു എ സ്പെസിഫിക് പ്രോപ്പർട്ടി ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഓർ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്. അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിൻ്റെയോ യൂട്ടിലിറ്റി ഫംഗ്ഷൻസിൻ്റെയോ ഒരു പ്രത്യേകതയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇത് കാണിക്കുകയാണ്. വെൻ ഇൻപുട്സ് ഓർ കൺസംഷൻ ആർ സ്കെയിൽഡ് പ്രൊപ്പോർഷണേറ്റ്ലി, അതായത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻപുട്ടോ അല്ലെങ്കിൽ കൺസംഷനോ സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്കെയിലിൽ ഒരു കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ കാണിച്ചാൽ അത് ഹോമോതെറ്റിക് ആണെന്ന് പറയുന്നു. ഇനി നമുക്കിൻ്റെ കീ പോയിന്റ്സ് നോക്കാം. കീ പോയിന്റ്സ് അബൌട്ട് ഹോമോതെറ്റിസിറ്റി ഇൻ എക്കണോമിക്സ്. അതിൽ ഒന്നാമത് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ആണ്. എന്ന് പറയുന്നത് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് ഹോമോതെറ്റിക്. അതൊരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഹോമോതെറ്റിക് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ പ്രിസർവ്ഡ് അണ്ടർ പ്രൊപ്പോർഷണൽ ചേഞ്ചസ് ഇൻ ഇൻകം ഓർ കൺസംഷൻ. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകത്തിലോ കൺസംഷനോ ഒരു പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ചേഞ്ച്, അതായത് കൺസ്യൂമർ അതിൻ്റെ ഇൻകം പാറ്റേൺ, കൺസ്യൂമറിൻ്റെ ഇൻകം പാറ്റേണോ അല്ലെങ്കിൽ കൺസംഷൻ പാറ്റേണോ ചേഞ്ച് ചെയ്യുന്നില്ല, ഒരേപോലെ പോകുന്ന സ്ഥിതി. അതായത് അതാണ് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് the consumer will choose the same proportions of goods regardless of their income level. എത്ര ഇൻകം കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാലും ഒരേ പ്രൊപ്പോർഷനുള്ള ഗുഡ്സ് കൺസ്യൂമർ പ്രിഫർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ വരുമ്പോഴാണ് ഈ ഒരു ഹോമോതെറ്റിക് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. പ്രൊവൈഡഡ് പ്രൈസസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, അതായത് ഇവിടെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്കിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇഫ് എ കൺസ്യൂമർ പ്രിഫേഴ്സ് 2 apples ഫോർ എവറി 1 banana, അതായത് ഈ ഒരു റേഷ്യോയിലാണ് കൺസ്യൂമർ മേടിക്കുന്നത്, 2 ആപ്പിളും ഒരു ബനാന എന്ന കണക്കിൽ. അറ്റ് 1 income level, ഇദ്ദേഹത്തിൻ്റെ ഇൻകം ലെവൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻകം ലെവൽ ഈ രീതിയിൽ കൺസ്യൂം ചെയ്യുകയാണ്. ദേ വിൽ മെയിൻറ്റെയിൻ ദിസ് റേഷ്യോ ഈവൻ ആസ് ദെയർ ഇൻകം സ്കെയിൽസ് അപ്പ് ഓർ ഡൗൺ. അവരുടെ ഇൻകം സ്കെയിൽ കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ശമ്പളം കൂടുതൽ കിട്ടിയാലും കുറഞ്ഞ് ആണ് കിട്ടുന്നുണ്ടെങ്കിലും ഇതേ ഒരു സ്പെൻഡിങ് പാറ്റേൺ ഇവർ തുടർന്ന് പോകും. ഇങ്ങനെ തന്നെ ഇവർ മേടിക്കും. അപ്പം പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഒരു ഐസോക്വൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഐസോക്വൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഒരേ ഔട്ട്പുട്ട് ലെവൽ കാണിക്കുന്ന കർവാണ് ഐസോക്വൻറ്റ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഹോമോതെറ്റിക് ഇഫ് ദ ഐസോക്വൻസ് ആർ പ്രൊപ്പോർഷണൽ ടു വൺ അനദർ. അതായത് ഐസോക്വൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കുമ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹോമോതെറ്റിക് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇഫ് ആൾ ഇൻപുട്സ് ആർ സ്കെയിൽഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ഫാക്ടർ, എല്ലാ ഇൻപുട്ടുകളും ഒരു കോൺസ്റ്റൻറ്റ് ഫാക്ടറിൽ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് ആൾസോ സ്കെയിൽസ് പ്രൊപ്പോർഷണലി. ആ ഔട്ട്പുട്ട് എങ്ങനെ വരും? പ്രൊപ്പോർഷനായിട്ട് തന്നെ കിട്ടും. ഇതാണ് ഇത് ഇംപ്ലൈ ചെയ്യുന്നത്. ദോ നോട്ട് നെസസറിലി ബൈ ദ സെയിം ഫാക്ടർ, അതായത് ഒരേ ഫാക്ടർ അല്ല എന്നിരുന്നാൽ കൂടെ ഇതെല്ലാം എങ്ങനെ വരും? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരും. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത് ഫോർമൽ ഡെഫിനിഷനാണ്. അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. എ ഫംഗ്ഷൻ എഫ് ഓഫ്, അതായത് ഫംഗ്ഷൻ ഓഫ് x1 x2 അപ് ടു xn, അതായത് ഇങ്ങനൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഈസ് ഹോമോതെറ്റിക് ഇഫ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, അതായത് ഇത് ഹോമോതെറ്റിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെ ഫംഗ്ഷൻ ഓഫ് x1 x2 അപ് ടു xn ഈസ് ഈക്വൽ ടു g ഓഫ് h ഇൻറ്റു x1 x2 അപ് ടു xn, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അവിടെ എച്ച് എന്ന് പറയുന്നത് ഹോമോജനസ് ഫംഗ്ഷനാണ്. ഹോമോജനസ് അറിയാലോ, എല്ലാം ഒരുപോലെ ഇരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഒരുപോലെ വരുന്ന ഫംഗ്ഷനാണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ജി ഈസ് എ മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷൻ. അത് മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാം, ഈസ് ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ് അപ്ലൈഡ് ടു എ ഫംഗ്ഷൻ ദാറ്റ് പ്രിസർവ്സ് ദ ഓർഡർ ഓഫ് ദ ഒറിജിനൽ വാല്യൂ. അത് ഒറിജിനൽ വാല്യൂസിൻ്റെ ഓർഡർ അതുപോലെ നിർത്തുന്ന ഒരു ഫംഗ്ഷനാണ് മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒന്നാമത്തത് കൺസ്യൂമർ ബിഹേവിയർ ആണ്. അതായത് ഹോമോതെറ്റിക് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു മോഡൽ പ്രിഫറൻസസ്. അതായത് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷൻ മോഡൽ പ്രിഫറൻസ്, ഒരു മോഡൽ പ്രിഫർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനത്തെ മോഡലാണ്? ദാറ്റ് ആർ ഇൻകം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള. നേരത്തെ പറഞ്ഞല്ലോ, കൺസ്യൂമർ ഇൻകം കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാലും ഒരേ രീതിയിൽ പ്രിഫർ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സിംപ്ലിഫൈങ് ഡിമാൻഡ് അനലൈസിസ് ഒക്കെ ഉള്ള മോഡൽ പ്രിഫറൻസസിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് പ്രൊഡക്ഷൻ അനലൈസിസ് ആണ്. അതായത് ഇതിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹോമോതെറ്റിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് അലോ ഫോർ അനലൈസിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്സ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്സ് അത് അനലൈസ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. വിത്തൗട്ട് നീഡിങ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഈ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇത് അനലൈസ് ചെയ്യുന്നതിന്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്കണോമിക്സിലുള്ള 2 ഉദാഹരണങ്ങൾ നോക്കാം. അതായത് എക്സാമ്പിൾസ് ഇൻ എക്കണോമിക്സ്. അതിൽ ആ യൂട്ടിലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ദ കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ, കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് യു ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എ ഇൻറ്റു വൈ റൈസ് ടു 1 - a എന്ന് വരും. അപ്പോൾ ഇതൊരു ഹോമോതെറ്റിക് ആണ്. എന്തുകൊണ്ടാണ് ഈസ് ഹോമോതെറ്റിക്? ബിക്കോസ് സ്കെയിലിംഗ് കൺസംഷൻ ബൈ എ കോൺസ്റ്റൻറ്റ്
കീപ്സ് ദ സെയിം പ്രൊപ്പോർഷൻ. അതായത് ഇത് ഒരു സെയിം പ്രൊപ്പോർഷനിൽ പോകുന്നുണ്ട്, ഇതൊരു ഹോമോത്തറ്റിക് ഫംഗ്ഷനാണ്. ഓക്കെ, അടുത്തത് പ്രൊഡക്ഷനിൽ വരുമ്പോഴത്തേക്ക് CES എന്ന് പറയാം, അതായത് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പം CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ കോമൺ ഹോമോത്തറ്റിക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെ എക്കണോമിക്സിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ നോക്കാം. അതായത് ഹോമോത്തറ്റിക് ഫംഗ്ഷൻസ് സിംപ്ലിഫൈ, ഇത് അനലൈസുകളെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ സിമ്പിളാക്കി മാറ്റുന്ന ഒന്നാണ് ഹോമോത്തറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിംപ്ലിഫൈ അനലൈസിസ് ബൈ അലോയിങ് ഫോർ പ്രൊപ്പോർഷണൽ സ്കെയിലിംഗ്. അതായത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് പ്രൊപ്പോർഷണൽ സ്കെയിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. വൈൽ പ്രിസർവിങ് ദ സ്ട്രക്ചർ ഓഫ് പ്രിഫറൻസസ് ഓർ പ്രൊഡക്ഷൻ. അതായത് ഈ പ്രൊഡക്ഷൻ സ്ട്രക്ചർ എന്തായിട്ട് നിൽക്കും അതുപോലെ തന്നെ നിൽക്കും, അതുപോലെ തന്നെ അതിന് മാറ്റമില്ലാതെ നിൽക്കുന്നൊരു കാര്യം ഇതിൽ വരുന്നുണ്ട്. അത് ദിസ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് ഗ്രോത്ത് മോഡൽസ്. ജനറൽ ഇക്വിലിബ്രിയം, ഗ്രോത്ത് മോഡൽസിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിൻ്റെ വിഷ്വലൈസേഷൻ, അതായത് ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതായത് ഇൻ യൂട്ടിലിറ്റി വരുന്നത് എങ്ങനെയാണ്? അതായത് ഇഫ് യു ഇൻക്രീസ് എ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്, ഒരു കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് കൂട്ടി വൈൽ കീപ്പിംഗ് പ്രൈസസ് കോൺസ്റ്റൻറ്റ്, എന്നാൽ ആ ഉൽപ്പന്നങ്ങളുടെ വില എന്താണ് അതുപോലെ തന്നെ നിർത്തി. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ദേ ബൈ ദ സെയിം ബണ്ടിൽ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അതായത് ഒരേ ബണ്ടിൽ തന്നെ ലാർജ് ക്വാണ്ടിറ്റീസിൽ അവർ മേടിച്ചു കൊണ്ടേയിരിക്കും. അതാണ് യൂട്ടിലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ വിഷ്വലൈസേഷൻ വരുന്നത്. പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിലോ ഇഫ് യു ഡബിൾ ആൾ ഇൻപുട്ട്സ്, അതായത് ഇൻപുട്ടുകളുടെ എണ്ണം, റോ മെറ്റീരിയൽസ് ഒരുപാട് കൂടുതൽ ഇൻപുട്ടിലേക്ക് കൊടുത്ത്, അതായത് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ദ റേഷ്യോ ഓഫ് ഇൻപുട്ട്സ് യൂസ്ഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഇൻപുട്ടിൻ്റെ റേഷ്യോ എങ്ങനെ തന്നെ നിൽക്കും അതുപോലെ തന്നെ നിൽക്കും. അതാണ് അതായത് കൊടുക്കുന്ന പ്രൊപ്പോർഷൻ, അതായത് ലേബർ എത്ര ലേബറിന് എത്ര റോ മെറ്റീരിയൽ കൊടുത്തു എന്നുള്ള ആ ഒരു റേഷ്യോ അത് അതുപോലെ തന്നെ നിൽക്കും. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.